ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നൊരു ഡബിൾ സൈഡ് ഫോട്ടോ കീ ചെയിൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഓർഡർ കിട്ടിയ ഒരു ഐറ്റം ആണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 ഇഞ്ച് വരുന്ന സർക്കിൾ കീ ചെയിൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ബേസ് ഡബിൾ ഷെയ്ഡാണ്. യെല്ലോ വിത്ത് ക്ലിയർ ഷെയ്ഡായിട്ടുള്ള ഒരു ബേസാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ റെസിൻ മിക്സ് ചെയ്യുന്നത് കാണിക്കുന്നത് കൊണ്ട് ഈ ഒരു വീഡിയോ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം ഡബിൾ സൈഡ് ബേസ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഒരു ഗോൾഡൻ ഗിൽറ്റർ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഞാൻ ഓർഡേഴ്സ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഓർഡർ ആ കസ്റ്റമറിന് ആകെയുള്ള ഒരു ഡബിൾ സൈഡ് ഫോട്ടോ വേണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാനാണ് കളറും കാര്യങ്ങളും എല്ലാം ചൂസ് ചെയ്തത്. അപ്പം ഇതുപോലൊരു യെല്ലോ വിത്ത് ക്ലിയർ ഷെയ്ഡായിട്ടുള്ള ഒരു ബേസ് കൊടുത്തിട്ട് അതിന് ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് ഗിൽറ്റേഴ്സ് ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് എന്നിട്ട് സെയിം കളർ വരുന്ന സ്വീക്കൻസും ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. രണ്ട് സൈഡിലും ഒരേ ഡിസൈൻ വരാൻ വേണ്ടിയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതുപോലെ സ്വീക്കൻസ് എല്ലാം ഇതുപോലെ താഴ്വശത്തിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന പോലെ ഇങ്ങനെ താഴോട്ടെല്ലാം ഇറക്കി ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സീക്വൻസും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ക്ലിയർ മിക്സ് ഒഴിച്ച് കൊടുത്തെടുത്ത് നമുക്ക് കുറച്ച് സിൽവർ ഫോയിൽ ഫ്ലെക്സ് കൂടി ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അവിടെ സിൽവർ ഫോയിൽ ഫ്ലെക്സ് ആഡ് ചെയ്യുന്നതാണ് ഗോൾഡനേക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ടാണ് അത് അങ്ങനെ വെച്ചത്. അപ്പം ഇതുപോലെ സിൽവർ ഫ്ലെക്സ് ഒക്കെ നന്നായിട്ട് ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം എന്നിട്ടിത് ഡ്രൈ ആവാൻ വേണ്ടി 24 ഹവേഴ്സ് വെക്കണം. 24 ഹവേഴ്സ് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് അതിൻ്റെ പുറത്ത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പിക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു പിക്ക് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ താഴെ വെച്ച പോലെ തന്നെ സ്വീക്കൻസ് മുകളിൽ ഇതുപോലെ കളർ സ്വീക്കൻസും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്തു. അതിനുശേഷം നമുക്ക് ആ റെസിൻ്റെ മിക്സ് ഇതിൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ച് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇത് വീണ്ടും 24 ഹവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം 24 ഹവേഴ്സിന് ശേഷമുള്ള അതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്ത് നോക്കാം. ഡിമോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ലുക്ക് ഇങ്ങനെയാണ്. വളരെ സെറ്റായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ഫിനിഷിങ്ങിൽ തന്നെ അതിൻ്റെ എല്ലാം സൈഡും കിട്ടിയിട്ടുണ്ട്. നമുക്കെന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അടുത്തൊരു ഫോട്ടോ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതുപോലെ ഒരു ഡബിൾ ടേപ്പ് യൂസ് ചെയ്ത് പിക്ക് ഇതോടെ ഒട്ടിച്ചു കൊടുത്തു. ഓൾറെഡി സ്വീക്കൻസ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് വീണ്ടും എക്സ്ട്രാ സ്വീക്കൻസ് ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്കിതിൻ്റെ പുറത്ത് അടുത്ത ആ ഒരു ഫൈനൽ ലെയർ റെസിൻ മിക്സോട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് ഡ്രൈ ആവാനായിട്ട് വീണ്ടും 24 ഹവേഴ്സ് വെക്കണം. വെച്ചതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ചെയിനും കുഞ്ഞൊരു ഹേർട്ട് ഷേപ്പിൽ ഒരു ഹാങ്ങറും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി ഇതുപോലെ സെറ്റാക്കി എടുത്തു. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് ആ ഒരു കീ ചെയിൻ്റെ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു കീ ചെയിൻ എന്ന് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇതുപോലുള്ള കീ ചെയിൻ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്